ഹലോ നമസ്കാരം. അപ്പോൾ വീണ്ടും നമ്മുടെ ജോർജിയൻ റോഡ് ട്രിപ്പിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നലെ നമ്മൾ കസ്ബഗി വന്നു, അല്പം ചില ലോക്കൽ കാഴ്ചകളൊക്കെ കണ്ടു. ഇന്ന് രാവിലത്തെ തീരുമാനം നേരെ റഷ്യൻ ബോർഡറിൻ്റെ സൈഡിലേക്ക് പോകുന്നതാണ്. കാരണം അവിടെ പോണ വഴിക്കുന്ന ഒരു വാട്ടർഫോളൊക്കെ ഉള്ളത് കേട്ടു. അപ്പം അതും കണ്ട് റഷ്യൻ ബോർഡറും ഒക്കെ കണ്ടിട്ട് തിരിച്ച് കസ്ബഗി വന്നിട്ട് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള പള്ളി ഹോളി ട്രിനിറ്റി ചർച്ചാണ്, ഗർഗറ്റി ചർച്ച് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൂടെ കണ്ടിട്ട് പതുക്കെ ഉച്ചയ്ക്ക് മുമ്പ് ഇവിടുന്ന് പോകാന്നുള്ളതാണ് ഐഡിയ. ഇവിടുന്ന് നമുക്ക് അടുത്ത പോകേണ്ടത് ഗോരിയിലേക്കാണ്. ഗോരി ഓൾമോസ്റ്റ് 190 കിലോമീറ്ററേ ഉള്ളൂ. അപ്പോൾ ഉച്ചയാകുമ്പോൾ ഇറങ്ങിയാലും വൈകുന്നേരത്തിന് മുമ്പ് അങ്ങ് ചെല്ലാം. ആ കണക്കൂട്ടിൽ നമ്മൾ രാവിലെ ഒരു 6:30 തന്നെ ഈ റഷ്യൻ ബോർഡറിന്റെ ഡയറക്ഷനിലേക്ക് പോയി. ഇവിടുന്ന് ഒരു 15 കിലോമീറ്ററേ ഉള്ളൂ റഷ്യൻ ബോർഡറിലേക്ക്. ബോർഡറിന് ഒരു 2 കിലോമീറ്റർ മുമ്പായിട്ടാണ് ഈ വാട്ടർഫോൾ ഒക്കെ ഉള്ള സ്ഥലം. അപ്പോൾ അതൊക്കെ അങ്ങോട്ട് പോവുകയാണ്. ബൈക്ക് പാർക്ക് ചെയ്തിട്ട് ഒരു 20 മിനിറ്റ് നടക്കാനുണ്ട്. ഓൾമോസ്റ്റ് ഒരു 1 കിലോമീറ്റർ അടുത്തുണ്ട് റോഡിൽ നിന്ന് വാട്ടർഫോളിന്റെ ലൊക്കേഷനിലേക്ക്. അപ്പം റോഡൊക്കെ കാലിയാണ്. കാര്യം ധാരാളം ട്രക്ക് ട്രാഫിക്കൊക്കെ റഷ്യൻ ബോർഡറിലേക്കുള്ളതാണെങ്കിലും ഈ രാവിലെ സമയമായതുകൊണ്ട് അങ്ങനെ റോഡിൽ തിരക്കൊന്നും ആയിട്ടില്ല. ഇവിടെ ചെറിയൊരു ടണലുണ്ട്. അപ്പോൾ അവിടെ നിർത്തി 2 ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പതുക്കെ വീണ്ടും വാട്ടർഫോൾ ലക്ഷ്യമാക്കി യാത്ര തുടങ്ങി. ടണലിനകത്ത് നല്ല ഇരുട്ടാണ്, അങ്ങനെ ലൈറ്റൊന്നുമില്ല. വണ്ടികളുടെ ഹെഡ്ലൈറ്റ് വെച്ച് വേണം നമുക്ക് നാവിഗേറ്റ് ചെയ്ത് പോകാൻ. അപ്പോൾ ടണലിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു ഓൾമോസ്റ്റ് ഒരു 500 മീറ്റർ ആകുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ വാട്ടർഫോളിൻ്റെ ലൊക്കേഷൻ വന്നു. അവിടെ ഒരു ചെറിയ ബോർഡ് ഉണ്ടായിരുന്നു. അവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി ഒരു പ്രത്യേക സ്ഥലമുണ്ട്. പക്ഷേ പാർക്കിംഗ് ചാർജ് മേടിച്ച് പാർക്ക് ചെയ്യുന്ന ഏരിയ എന്ന് തോന്നുന്നു. പക്ഷേ ആരെയും കണ്ടില്ല. രാവിലെ ആയതുകൊണ്ട് പാർക്കിങ്ങിൻ്റെ ആളുമൊന്നും അവിടെ രാവിലെ ആയതുകൊണ്ട് കണ്ടില്ല. ഏതായാലും വണ്ടി അവിടെ വെച്ച് ലോക്ക് ചെയ്ത് പതുക്കെ മുമ്പോട്ട് നടന്നു. ഇവിടുന്ന് ഒരു 20-25 മിനിറ്റ് നടക്കാനുള്ളതാണ് വായിച്ചേക്കുന്നത്. അപ്പോൾ റോഡിൽ നിന്ന് കുറച്ച് മുകളിലോട്ടാണ്, ചെറിയൊരു മലയുടെ മുകളിലേക്കുള്ള ഒരു ഡയറക്ഷനിലാണ് നടക്കുന്നത്. ആക്ച്വലി ഈ വഴിക്ക് ബൈക്ക് വരാമെന്നാന്ന് തോന്നുന്നു. ബൈക്ക് വരുന്ന വഴിയാന്ന് തോന്നുന്നു. സാറേ ഒന്ന് നടന്നേക്കാം. ഒരു മോർണിംഗ് വാക്ക് കൂടി ആയിക്കോളുമല്ലോ. കാരണം വണ്ടി പാർക്ക് ചെയ്യാൻ വേറെ സ്ഥലമാകത്തില്ലെങ്കിൽ പിന്നെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് പിന്നെ വാട്ടർഫോളിൽ നിന്നുള്ള വെള്ളമാണെന്ന് തോന്നുന്നു താഴോട്ട് വരുന്നത്. ഒരു ഈസി ട്രെയിലാണെന്നാണ് പറഞ്ഞത്. 1.5 കിലോമീറ്റർ ഉള്ളൂ. ആദ്യത്തെ 1.5 കിലോമീറ്റർ, പിന്നെ 2 ചെറിയ വാട്ടർഫോളും വലിയ വാട്ടർഫോളും ഉണ്ട്. രണ്ടും നോക്കാം. ഇവിടെ വരെ അത്യാവശ്യം വേണേൽ ബൈക്ക് ഓടിച്ചു വന്നാൽ ഇവിടെ വേണേലും പാർക്ക് ചെയ്യാമായിരുന്നു. ഒരു 300-400 മീറ്റർ എനിക്ക് തോന്നുന്നു. അത് കഴിഞ്ഞ് പിന്നെ ബൈക്കിന് പറ്റിയ റോഡല്ല. ഇവിടെയൊക്കെ കാറുകൾ കിടപ്പുണ്ട്. ഇവിടെ വരെയൊക്കെയാണെന്ന് തോന്നുന്നു ലാസ്റ്റ് പാർക്കിങ്. രസമുണ്ട്. നല്ല ശുദ്ധമായ വെള്ളം മുകളിൽ നിന്ന് വരുന്നതെന്ന് തോന്നുന്നു. ഇവിടെ ഒരു കാർ പാർക്കിംഗ് ഒക്കെ ചെറുതായിട്ടുണ്ട്. ഇവിടെ കുറേ ക്യാമ്പ് സൈറ്റുകളൊക്കെ ഉണ്ടല്ലോ. പുതിയതായിട്ടുള്ള സ്റ്റാർട്ട് ചെയ്തായിരിക്കും. ടൂറിസ്റ്റുകളെ പ്രതി സ്റ്റാർട്ട് ചെയ്താന്ന് തോന്നുന്നു. കൂട്ടിക്കിടക്കുക. വെലറ്റി ക്യാമ്പ്. ഈ വില്ലേജിൻ്റെ പേരാണ് വെലറ്റി എന്നുള്ളത്. വെലറ്റി ക്യാമ്പാണ്. ഇപ്പോൾ ഇവിടുന്ന് സ്മോൾ വാട്ടർഫോള് 770 മീറ്റേഴ്സ്. ബിഗ് വാട്ടർഫോള് 940 മീറ്റേഴ്സ്. 1 കിലോമീറ്റർ ഉള്ളൂ എല്ലാം കൂടെ. ഇവിടുന്ന് അങ്ങോട്ടും 4 വീൽ ഡ്രൈവ് ഒക്കെയാണ് പോരാ. ഈ പറഞ്ഞ പോലെ നമ്മുടെ ഹണ്ടറിന് പകരം ഒരു എക്സ്പൾസാ കിട്ടിയിരുന്നെങ്കിൽ ധാരാളമായി അത്യാവശ്യം നമുക്ക് വേണമെങ്കിൽ ഓടിച്ച് കയറാമായിരുന്നു ഇവിടെ വരെയൊക്കെ. ഹണ്ടർ ആയതുകൊണ്ട് നമ്മുടെ അതിൻ്റെ ടയറൊക്കെ ഇച്ചിരി സ്കിഡാവും. എക്സ്പൾസോ ഹിമാലയനൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ കംഫർട്ടബിളായിട്ട് ഈ റോഡിലും വേണേൽ വരാമായിരുന്നു. കുഴപ്പമില്ല. അതുകൊണ്ട് അതൊരു നല്ലൊരു വാക്കിംഗ് ആയി. അപ്പോൾ അവിടെ ഞാൻ ഇന്ന് ഇതിൻ്റെ ഒരു ബ്ലോഗ് വായിച്ച പോലെ തന്നെ അവർ പറഞ്ഞ പോലെ തന്നെ വരുന്ന വഴിക്ക് ഇങ്ങനെ empty ആയിട്ടുള്ള പഴയ ഹട്ടുകൾ കാണുമെന്ന് പറഞ്ഞു. ഇത് കണ്ടെയ്നറാണ്. അപ്പോൾ empty കണ്ടെയ്നർ എല്ലാം വെള്ളക്കുപ്പിയും ബിയർ കുപ്പിയൊക്കെ കിടക്കുന്നതെന്ന് തോന്നുന്നു. ടൂറിസ്റ്റുകൾ വരുമ്പോൾ ഇട്ടിട്ട് പോയതായിരിക്കും. അപ്പോൾ ഇതാണ് ആ ഗോർജിലേക്കുള്ള വഴി. വാട്ടർഫോൾ ഈ 2 മലക്കിടയ്ക്കൂടാണ് താഴോട്ട് വരുന്നതാണ് തോന്നുന്നത്. കറക്റ്റായിട്ട് എല്ലായിടത്തും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ വന്ന വഴി വില്ലേജിലേക്കും പിന്നെ അതിലപ്പുറം ലേക്ക് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഈ വഴി പോയി കഴിഞ്ഞാലാണ് ചെറിയ വാട്ടർഫോള്. നമുക്ക് മെയിനായിട്ട് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന ബിഗ് വാട്ടർഫോളാണ്. വെലറ്റി 1/2 കിലോമീറ്റർ ഉള്ളൂ ഇവിടുന്ന്. അപ്പോൾ ഈ ചെറിയ വഴി കൂടെ പോകണം. അപ്പോൾ ആദ്യം അങ്ങോട്ട് പോകാം. തിരിച്ച് വന്നിട്ട് സ്മോൾ വാട്ടർഫോൾ വേണമെങ്കിൽ കാണാം.
ചെറിയൊരു കടിപ്പാലത്തേക്കോട്ടെ കയറി വേണം അപ്പുറം പോകാൻ. ഇവിടെയൊക്കെ ചെറിയ തോതിൽ ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു. ചരലൊക്കെ അവിടെ നിന്ന് ഒലിച്ചിറങ്ങി വന്നേക്കുന്ന കിടക്കുന്നു. ഓ, ഫുൾ റോക്കാണ്. റോക്കി മൗണ്ടൻ. മേഘങ്ങളെ കീഴടങ്ങുവിൻ. അങ്ങനെ ഇങ്ങനെ നമ്മൾ കയറി വരികയാണ്. അടുക്കാറായെന്ന് തോന്നുന്നു. ആ വഴി അങ്ങോട്ട് പോകണം. നമ്മൾ കയറി വന്ന വഴി. ഇനി ഒരു 200 മീറ്ററുടെ ഉള്ളെന്നാണ് തോന്നുന്നു. അവസാനം നമ്മൾ വന്നു ഗൈസ്. ലാസ്റ്റ് ഭാഗം ഇച്ചിരി സ്റ്റീപ്പ് ക്ലൈമ്പാണ്. ഇങ്ങനെ കയറി മുകളിലോട്ട് ഇങ്ങനെ പോകണം. അപ്പോൾ ഇത് സ്റ്റാർട്ടിങ് പോയിന്റ് ചെല്ലുള്ളൂ. കണ്ടോ, അങ്ങനെ നമ്മൾ എത്തിപ്പെട്ടു. ഇതാണ് ഇവിടുത്തെ. അങ്ങനെ നമ്മൾ ഒരു അരമണിക്കൂർ കൊണ്ട് വണ്ടി പാർക്ക് എടുത്ത് മുകളിൽ വന്നു. ഇവിടുത്തെ ബിഗ് വാട്ടർഫോളാണ്. രസമുണ്ട്. രാവിലെ ആയതുകൊണ്ട് ആരുമില്ല. വിശാലമായി വാട്ടർഫോൾ നമുക്കായി തുറന്ന് കിടക്കുകയാണ്. സോ നൈസ്. അപ്പോൾ നല്ല അടിപൊളി തണുപ്പൊക്കെ ഉണ്ടായിരുന്നു രാവിലെ ആയതുകൊണ്ട്. വാട്ടർഫോളൊക്കെ കണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ താഴോട്ടിറങ്ങി റഷ്യൻ ബോർഡറിന് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. അവിടെ വീണ്ടും ഒരു ചെറിയ ടണലുണ്ട്. പക്ഷേ പാരലി വേറൊരു റോഡും ഉണ്ടായിരുന്നു. അപ്പം ആദ്യം വിചാരിച്ചു ഇനി അതിലാണോ പോകണമെന്ന് വിചാരിച്ച് ജസ്റ്റ് അങ്ങോട്ട് കയറി. അപ്പോഴാണ് മനസ്സിലായത് ടണലാണ് പുതിയത്, റോഡ് പഴയതാണ്. അപ്പോൾ അവിടെ ഒരു യൂട്ടേണൊക്കെ എടുത്ത് നേരെ ടണലിനകത്തോട്ട് തന്നെ കയറി. അതൊരു വലിയ ടണലായിരുന്നു, നല്ല നീളമുള്ള ഒരു ടണൽ. ആ ടണലങ്ങ് ഓടിച്ച് കയറി ചെല്ലുമ്പോഴത്തേക്കും ഓൾമോസ്റ്റ് റഷ്യൻ ബോർഡറായി. ഈ റൂട്ടാണ് മെയിനായിട്ടും നമ്മുടെ റഷ്യയും ജോർജിയയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ചരക്ക് ഗതാഗതമൊക്കെ കൂടുതലും ഈ റോഡിൽ കൂടെയാണ്. അവിടെ ജസ്റ്റ് ഒരു ലോറികളുടെ ഒക്കെ ഒരു പാർക്കിംഗ് ഏരിയ ഉണ്ട്. അപ്പോൾ അവിടെ ഒരു ചെറിയ ബൂത്തും അങ്ങനത്തെ ഒരാളുണ്ടായിരുന്നു. പുള്ളിയോട് ചോദിച്ചു നമുക്കിങ്ങനെ ബോർഡർ വരെ ബൈക്ക് പോകാൻ പറ്റൂല്ലോ എന്നുള്ളത്. പക്ഷേ പുള്ളിക്ക് കാര്യം മനസ്സിലായില്ല. ട്രാൻസ്ലേഷൻ ചെയ്ത് പറയാൻ നോക്കിയിട്ടും പുള്ളി അത്ര ഒരു കോപ്പറേറ്റീവ് അല്ലായിരുന്നു. അതുകൊണ്ട് നേരെ മുമ്പോട്ട് പോയി നോക്കാമെന്ന് വിചാരിച്ച് ബൈക്കെടുത്ത് മുമ്പോട്ട് തന്നെ പോയി നോക്കാം എവിടം വരെ പോകാൻ പറ്റുമെന്ന്. അപ്പോൾ 2 ടണലുണ്ട് അവിടെ. ആദ്യത്തെ ടണൽ കഴിഞ്ഞ് വീണ്ടും അടുത്ത ടണൽ കയറി. ആ ടണൽ ഇറങ്ങി കഴിയുമ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് നമ്മൾ റഷ്യൻ ബോർഡറിൻ്റെ അങ്ങോട്ടാണ് ചെല്ലുന്നത്. അപ്പോൾ ദൂരെ നിന്ന് തന്നെ കാണാം ധാരാളം കാറുകളും ഒക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. കുറച്ചുകൂടെ മുമ്പോട്ട് ചെല്ലുമ്പോഴത്തേക്കും ട്രക്കുകളിലെ നല്ലൊരു കൂട്ടം കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ നല്ല രസമുള്ള ഒരു പള്ളിയുണ്ട് റൈറ്റ് സൈഡിൽ. അതായാലും ബോർഡർ കണ്ട് തിരിച്ചു വരുമ്പോഴത്തേക്കൊന്ന് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇവിടെ നിന്ന് അങ്ങനെ ട്രക്കുകളുടെ ക്യൂ ആണ്. അപ്പം നമ്മൾ അതിൻ്റെ ഇടയ്ക്കൂടെ ഓടിച്ച് കയറി മുമ്പോട്ട് ഇടം വരെ പോകാൻ പറ്റുമെന്ന് അറിയില്ല. ഇനി ഇവരെങ്ങാനും വണ്ടി അങ്ങോട്ട് പോകാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ പണിയാവും. അതുകൊണ്ട് ജസ്റ്റ് ആ പള്ളിയുടെ ഒരു പാർക്കിംഗ് ഏരിയ ഉണ്ട്, അവിടെ വെച്ചിട്ട് അതൊക്കെ നടക്കാമെന്ന് വിചാരിച്ചു. വണ്ടിയുടെ പാർക്ക് ചെയ്തിട്ട് ചെറിയൊരു ബ്രിഡ്ജ് ഉണ്ട്. ആ ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ ബോർഡർ ക്രോസിങ്ങിൻ്റെ അങ്ങോട്ട് ചെല്ലാൻ പറ്റും. ഇതാണ് റഷ്യയിലേക്കുള്ള ബോർഡർ ക്രോസിംഗ്. ഇവിടെ നിന്ന് ക്രോസ് ചെയ്യാണ് റഷ്യയിലേക്ക്. കാണാനുള്ള സ്ഥലമുണ്ട്. റഷ്യയിലേക്ക് പോകുന്നതാണോ ഇങ്ങോട്ട് ക്രോസ് ചെയ്താണോ? ട്രക്കുകളുടെ ഒരു വലിയ താവളമാണല്ലോ. ട്രക്കുകളൊക്കെ കിടക്കുന്നു. ടെർഗറ്റ മോട്ടോഴ്സ് MH റഷ്യൻ സ്റ്റിക്കർ ഒട്ടിച്ചേക്കുന്ന സുസുക്കിയുടെ പഴയ ജിമിനിയുടെ പഴയ മോഡൽ. അപ്പോൾ രസമാണ് അല്ലേ, ജിമിനി ഓൾഡ് വൺ. ഇവിടെ നിന്ന് നടന്ന് പോകാൻ പറ്റത്തില്ല. ബോർഡറിൻ്റെ അവിടെ കാണണമെങ്കിലും കാറിൽ അല്ലെങ്കിൽ ഈവൻ സൈക്കിൾ വരെ അലൗഡാണ്. അപ്പോൾ ജസ്റ്റ് നടന്നു പോകാൻ ഒന്ന് കാണണമെങ്കിൽ അവിടം വരെ പോയിച്ച് വരാൻ വേണമെങ്കിൽ നോക്കാം ഇവിടം വരെ നടക്കാൻ പറ്റുമെന്ന്. അങ്ങോട്ട് ഇങ്ങനെ കാറുകളൊക്കെ ഇങ്ങനെ നിരന്ന് കിടക്കുവാണ്, നിരനിരയായിട്ട് കിടക്കുന്നുണ്ട്. ടാർഗറ്റ മോട്ടോഴ്സ്. ഇതാണ് റഷ്യൻ ബോർഡർ. നല്ലൊരു തിരക്കുള്ള ഒരു ബോർഡർ ക്രോസിങ് സ്ഥലമാണെന്ന് തോന്നുന്നു.
ജോർജിയ ആൻഡ് റഷ്യ. ബൈ റോഡ് വരുന്നവർക്ക് ക്രോസ് ചെയ്യാനുള്ള സ്ഥലം. ബോർഡറിൻ്റെ അവിടെ നിന്നുള്ള മൊണാസ്ട്രിയുടെ വ്യൂ. നല്ല മൊണാസ്ട്രിയാണ്. ബ്യൂട്ടിഫുൾ മൊണാസ്ട്രി. മൊണാസ്ട്രിയിൽ പ്രാർത്ഥനകളൊക്കെ തുടങ്ങുവാൻ തോന്നുന്നു. ബോർഡറിന് തന്നെ അടുത്തുള്ള ഒരു മൊണാസ്ട്രി ചർച്ചൊക്കെയാണിത്. നല്ല ഭംഗിയുണ്ട്. പഴയ ഓർത്തഡോക്സ് ആണെന്ന് തോന്നുന്നു. റഷ്യൻ ഓർത്തഡോക്സ് ടൈപ്പ്. ജോർജിയൻ ഓർത്തഡോക്സ് ചർച്ചായിരിക്കും. റഷ്യയിലും അതാണല്ലോ, ഓർത്തഡോക്സ് ചർച്ചാണ് കൂടുതൽ. അപ്പം നമുക്ക് ഇനിയിപ്പോൾ അതൊക്കെ ഗർഗറ്റി മെയിൻ ചർച്ചിൻ്റെ അങ്ങോട്ട് പോകണം. ഓൾറെഡി മണി 9:30 12 മണിക്കുള്ളിൽ വെക്കേറ്റ് ചെയ്യാൻ വേണം. അപ്പോൾ അവിടെ പോയി തിരിച്ച് റൂമിൽ പോയി വെക്കേറ്റ് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ആ ബോർഡറിന് അടുത്ത് നിന്നുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് വീണ്ടും തിരിച്ചു. ഇനിയിപ്പോൾ നമുക്ക് പോകേണ്ടത് ആ ഗർഗറ്റി ചർച്ചിലേക്കാണ്, ഹോളി ട്രിനിറ്റി ചർച്ച്. അത് നമ്മുടെ കസ്ബഗിയിൽ നമ്മൾ താമസ സ്ഥലത്തിൻ്റെ ഓൾമോസ്റ്റ് ചെറിയൊരു ജംഗ്ഷൻ പോലെ ഉണ്ട്. അവിടം വരെ വന്നിട്ട് റൈറ്റിലേക്ക് ഒരു വഴിയാണ്. ആ വഴി മുകളിലോട്ട് കയറണം. നല്ല അത്യാവശ്യം കയറ്റമുണ്ട്. ഈ പള്ളി ഇരിക്കുന്നത് ഒരു വലിയൊരു മലയുടെ മുകളിലാണ്. ഓൾമോസ്റ്റ് 2070 മീറ്റർ ആൾട്ടിറ്റ്യൂഡ് ഉള്ള ഒരു പോയിന്റ് ആണത്. ഇപ്പൊ കസ്ബഗിയിൽ നിന്ന് ഹാർഡ്ലി ഒരു 5-6 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ ആ പള്ളി ഇരിക്കുന്ന സ്ഥലത്തേക്ക്. നല്ല റോഡാണ്. അതുകൊണ്ട് നേരെ വണ്ടി ഓടിച്ച് മുകളിൽ ചെല്ലാം. ഈ കസ്ബഗിയിൽ നിന്ന് പള്ളിയിലേക്ക് ഒരു ചെറിയ ട്രക്കിംഗ് റൂട്ടും ഉണ്ട്. അത് ഈ പല സ്ഥലത്തും ഈ റോഡ് ക്രോസ് ചെയ്യും. അപ്പം അങ്ങനെ പോകുമ്പോൾ ചില ആൾക്കാർ ട്രക്ക് ചെയ്ത് മുകളിലേക്ക് കയറുന്നവരെ കണ്ടായിരുന്നു. ട്രക്ക് ചെയ്ത് പോകുന്ന ആൾക്കാരും ഈ റോഡ് ഇടയ്ക്ക് ക്രോസ് ചെയ്യണം. അങ്ങനെ നമ്മൾ ആ പള്ളി എടുക്കാറായി. പള്ളി എടുക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ റൈറ്റ് സൈഡിൽ വേറൊരു വലിയൊരു പോയിന്റ് ഉണ്ട്. അവിടുന്ന് ആൾക്കാർ ഈ കസ്ബഗി മൗണ്ടനിലേക്ക് വേറൊരു ട്രക്കിംഗ് ഉണ്ട്. അപ്പോൾ ആ ട്രക്കിംഗ് റൂട്ട് പോവുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു ദിവസത്തെ പണിയാണ്. മുകളിൽ കുറച്ചുകൂടെ നല്ല ആൾട്ടിറ്റ്യൂഡാണ്. അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് റഷ്യൻ മലനിരകളും അതുമൊക്കെ കാണാമെന്നാണ് പറയുന്നത്. പക്ഷെ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് അങ്ങനെ ഒരു ട്രക്കിംഗ് പ്ലാൻ ചെയ്തില്ല. നേരെ പള്ളിയുടെ അങ്ങോട്ട് പോയി അവിടെ പാർക്കിങ്ങിൽ കൊണ്ട് വണ്ടി വെച്ചു. ഇവിടെയും ചെറിയൊരു പ്രശ്നമുള്ളത്, അകത്ത് കയറി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്, റിനോവേഷനൊക്കെ നടക്കുന്നത്. പല ഭാഗങ്ങളും അടച്ചിട്ടേക്കാണ്. പുറത്തുനിന്നുള്ള കാഴ്ചകളൊക്കെ കാര്യമായിട്ട് നടക്കുന്നുള്ളൂ. അപ്പോൾ ഗർഗറ്റി ചർച്ചിൻ്റെ അവിടെ വന്നു. മുകളിൽ താഴെ അതാണ് നമ്മുടെ കസ്ബഗി ടൗണെന്നോ സിറ്റിയെന്നോ വില്ലേജ് എന്നൊക്കെ പറയുന്ന ചെറിയ സ്ഥലം. താമസിച്ച സ്ഥലം എവിടെയാണ്. മുകളിൽ നിന്നുള്ള വ്യൂ ആണ് കസ്ബഗിയുടെ. അപ്പോൾ ഇതാണ് ഗർഗറ്റി ചർച്ച്. കുറേ പഴക്കമുള്ള സാധനമാണ്. അവിടെ ഒന്ന് പോയി നോക്കാം. ഒത്തിരി പേര് ട്രക്കിങ്ങിന് പോകുന്നുണ്ട്. ആ ലൈനിൽ കൂടെ എല്ലാം ഹൈക്കിംഗ് ലൈനാണ്. അവിടെ ദൂരെ കാർ പാർക്ക് ചെയ്തിരുന്നില്ല. അവിടെ നിന്ന് എല്ലാവരും ആൾക്കാർ ട്രക്കിങ്ങിന് പോകണം. മുകളിലേക്ക് ട്രക്കിങ്ങിന് പോകുന്നുണ്ട് ആൾക്കാർ. കസ്ബഗിയുടെ വ്യൂ കാണാൻ വേണമെങ്കിൽ മുകളിൽ പോകുന്നതായിരിക്കും. മൗണ്ടൻ വ്യൂ.在装修呀，这上面。那走。走吧。ആണുങ്ങൾക്കും ഡ്രസ് കോഡൊക്കെ ഉണ്ട്. ഭംഗിയുള്ള വ്യൂ ആണ്. താഴോട്ട് നടക്കാം വ്യൂ കാണാൻ. താഴെ ആ പോയിന്റ് വരെയൊക്കെ വേണം പോയി നടക്കാം. അവിടെ നിന്ന് ഒരു വ്യൂ പോയിന്റാണ് നമ്മുടെ കസ്ബഗി. Ja, det kan være tak så slående jo.
당신 다리 짧은 거는 뭐 세상이 다 아는 거. 뭐 이거. ഡ്രിങ്കിങ് വാട്ടർ മാറ്റോഷൻ ഫൗണ്ടൻ. ആൾക്കാരൊക്കെ വെള്ളം എടുക്കുന്നുണ്ട്. ചർച്ചിൽ നിന്ന് ഇങ്ങനെ താഴോട്ട് ഇറങ്ങുകയാണെങ്കിൽ നല്ലൊരു വഴിയുണ്ടൊരു വ്യൂ, വേറൊരു വ്യൂ പോയിന്റിനെ കൊണ്ട് പോകും. കുറച്ച് താഴോട്ടാണ്. എന്നാൽ അതോടെ ഒന്ന് കണ്ട് നടന്നേച്ച് വരാമെന്ന് വിചാരിച്ചു താഴോട്ട് വിട്ടു. അവിടെ ഒരു കുരിശൊക്കെ നാട്ടിയിട്ടുണ്ട്. ചർച്ചിന് താഴോട്ടുള്ള വ്യൂ, ക്രോസിൻ്റെ വ്യൂ. ഇതാണ് ക്രോസ് ഉള്ളത്. Cross and one more cross there and the church there. ഗർഗട്ടി ചർച്ച്, ജോർജിയൻ ഫ്ലാഗ് പറക്കുന്നു. നല്ല വിശാലമായ ഏരിയയാണ്. മെഡോ, നല്ല ചെറിയ പൂക്കൾ. ഇവിടെ ക്യാമ്പിങ്ങൊക്കെ ഉണ്ട്. ആൾക്കാർ വന്ന് ക്യാമ്പ് ചെയ്യുന്നു. ഇഷ്ടംപോലെ 4-wheel ഡ്രൈവ് വെഹിക്കിൾ ഓർലാൻഡോസ് പോലെ വരുന്നുണ്ട്. ഫുൾ സെറ്റപ്പാണ്. ഫുൾ ക്യാമ്പൊക്കെ ചെയ്ത് ഫാമിലി ക്യാമ്പിംഗ് ഒക്കെ ഉണ്ട്. ഇവിടെ നിന്നാണ് മറ്റേ ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സമയമില്ല, അല്ലെങ്കിൽ ഒന്ന് പോയി കാസ്ബഗി മൗണ്ടൻ വ്യൂ ഒക്കെ ഒന്ന് കണ്ടിട്ട് വരാറുണ്ട്. ഇനിയിപ്പോൾ ഒരു ദിവസം കൂടെ ഇവിടെ ഉണ്ടെങ്കിൽ അതൊക്കെ നടക്കുള്ളൂ. ഇന്ന് സമയമില്ലാത്തതുകൊണ്ട് തൽക്കാലം അതൊന്നും പോകുന്നില്ല. തിരിച്ച് നേരെ റൂമിൽ പോയി ചെക്കൗട്ട് ചെയ്യുക. ഗോരിയിലേക്ക് പോവാം. പിന്നെ ഒരു 150 കിലോമീറ്റർ പോകണം ഗോരി. വൈകുന്നേരം ഒരു 4-5 മണിക്കുള്ളിൽ ചെന്നാൽ മതി. രാത്രി 8:30 വരെ നേരെ സന്ധ്യയാകാത്തതുകൊണ്ട് കുഴപ്പമില്ല, ലേറ്റ് ആയാലും. അപ്പോൾ ഏതാണ്ട് ഒരു അരമണിക്കൂറോളം അവിടെ നിന്നിട്ട് പതുക്കെ നമ്മൾ താഴോട്ടിറങ്ങി. 10 മിനിറ്റ് കൊണ്ട് കസ്ബഗി ടൗണിൽ വന്നു. വീണ്ടും ആ റൂമിൽ പോയിട്ട് നമ്മുടെ ബാഗൊക്കെ എടുത്ത് വണ്ടിയിൽ ഫിറ്റ് ചെയ്ത് നേരെ ഗോരി ലക്ഷ്യം വെച്ച് യാത്ര തുടങ്ങി. ഒരു 11 മണി കഴിഞ്ഞിപ്പം ചേറായി. അപ്പോൾ നമ്മൾ ഇന്നലെ ഇങ്ങോട്ട് വരുമ്പം കണ്ട ഫ്രണ്ട്ഷിപ്പ് വാളൊക്കെ ഉള്ള സ്ഥലത്ത് ഒന്ന് നിർത്താമെന്ന് വിചാരിച്ചാണ്. അവിടെ നല്ല മട്ടൺ ഫ്രഷായിട്ട് ഗ്രില്ല് ചെയ്തൊക്കെ കൊടുക്കുന്ന സ്ഥലമുണ്ട്. ഇന്നലെ സമയക്കുറവ് കാരണം അവിടെ നിന്ന് കഴിച്ചില്ല. അപ്പം ഇന്നത്തെ ലഞ്ച് അവിടെ ആക്കാമെന്ന് വിചാരിച്ച് പതുക്കെ അവിടെ ആദ്യത്തെ സ്റ്റോപ്പ് എടുക്കാമെന്നുള്ള ഒരു ഐഡിയയിലാണ് പോകുന്നത്. ഇന്നലത്തെ അത്രയും ട്രാഫിക് ഇല്ല. റോഡൊക്കെ വളരെ ക്ലിയർ ആണ്. കസ്ബഗി ഡയറക്ഷനിലേക്ക് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇങ്ങോട്ട് തിരിച്ച് റഷ്യൻ സൈഡിലേക്ക് ധാരാളം ട്രക്കുകൾ കിടപ്പുണ്ട്. പക്ഷെ അങ്ങോട്ട് വലിയ ട്രാഫിക് ഇല്ല. അതുകൊണ്ട് നമ്മൾ പതുക്കെ ഒരു 60-70 വെച്ച് പോവാം. ഇടയ്ക്കൊക്കെ മുകളിലേക്ക് വരുന്ന ചില കാറുകളൊക്കെ ഒഴിച്ചാൽ വലിയ ട്രാഫിക് ഇല്ല. ട്രക്കുകൾ ഇങ്ങനെ കിടക്കുകയാണ്. കിലോമീറ്ററുകളോളം ട്രക്കുകളുടെ ഇങ്ങനെ ഒരു വലിയ നിരയാണ്. എല്ലാം ഭയങ്കര മൾട്ടി ആക്സിൽ ട്രെയിലർ ട്രക്കുകളാണ്. നമ്മൾ പതുക്കെ അങ്ങനെ ആ ഫ്രണ്ട്ഷിപ്പ് വാളിൻ്റെ ഏരിയയിലോട്ട് ചെന്നു. അപ്പോൾ റോഡ് സൈഡിൽ തന്നെ ഫ്രഷായിട്ട് നമ്മുടെ ആടിനെ തോലുരിച്ച്, ചെമ്മരിയാടിനെ തോലുരിച്ച് ഗ്രില്ല് ചെയ്യുന്ന ഒരു ചെറിയ ഷോപ്പ് കണ്ടു. അപ്പം ലഞ്ച് അവിടെയാക്കാമെന്ന് വിചാരിച്ച് അവിടെ നിർത്തി. 25 ലാറിയാണ് പറഞ്ഞ ഒരെണ്ണത്തിന്. ഇന്നലെ ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച്. കഴിഞ്ഞ ദിവസം ഇന്നലെ അങ്ങോട്ട് പോയപ്പോൾ നമ്മൾ കണ്ടു. പക്ഷെ അന്നേരം ട്രൈ ചെയ്തില്ല. ഇപ്പോൾ ഇത്തവണ ഒരെണ്ണം ട്രൈ ചെയ്താക്കാമെന്ന് വിചാരിച്ച്. നല്ല വലിപ്പമുള്ള പീസുകളാണ്, കുഴപ്പമില്ല. ബാർബിക്യൂ ചെയ്തെടുക്കുന്ന 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാനായിരിക്കും. നമ്മുടെയാണ് ഇപ്പോൾ ലാസ്റ്റ് വെച്ചേക്കുന്നത്. ഇത് അബാൻഡൻഡ് വില്ലേജ് പോലെ ഉണ്ടല്ലേ. ബിൽഡിങ്ങുകളൊക്കെ ഇങ്ങനെ അബാൻഡൻഡ് ആയിട്ട് കിടക്കും. പഴയ സോവിയറ്റ് കാലത്തുണ്ടായിരുന്നായിരിക്കും. പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ്. ഫുൾ നല്ല ട്രക്ക് ട്രാഫിക് അവിടെ. ഫുൾ റഷ്യ എന്നുള്ള ട്രക്കുകളെല്ലാം. അപ്പം നല്ല ലഞ്ചായിരുന്നു. 25 ലാറിയാണ് അതിന്. നല്ല വലിയ പീസൊക്കെ ആയിരുന്നു. അധികം മസാലയൊന്നും ഇല്ലാതെ മീറ്റിന്റെ ഫ്ലേവറും മുമ്പിട്ട് നിൽക്കുന്ന രീതിയിലുള്ള നല്ല ഗ്രില്ല് സാധനമായിരുന്നു. വയറ് നിറയാനുള്ള
ക്വാണ്ടിറ്റി ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിച്ചു. ഒരു അരമണിക്കൂറോളം അതൊക്കെ കഴിച്ച് അവിടെ ഇരുന്ന് അവിടെ തിരിച്ചപ്പോൾ ഓൾമോസ്റ്റ് 1 മണിയാറായി. ഇതിപ്പോൾ നമ്മൾ ഇന്നലെ വന്ന റോഡ് തന്നെയാണ്. ഓൾമോസ്റ്റ് തിബിലിസിക്ക് ഒരു 30 കിലോമീറ്റർ എത്തുന്നതിന് മുമ്പ് നമ്മൾ റൈറ്റ് എടുത്താണ് ഗോരിക്ക് പോകേണ്ടത്. ഇതിന്നലെ നമ്മൾ പെട്രോളൊക്കെ അടിച്ച ആ സ്ഥലത്തെത്തി. അപ്പോൾ അടുത്തൊരു ബ്രേക്ക്. അപ്പോൾ ഓൾമോസ്റ്റ് 2 മണിക്കൂർ അടുത്ത് ഓടിച്ചു. അപ്പോൾ അടുത്തൊരു ബ്രേക്ക് എടുക്കാമെന്ന് വിചാരിച്ചു. വല്ല കോഫിയോ ജ്യൂസോ വല്ലതും കിട്ടുമെന്ന് വിചാരിച്ചൊരു ചെറിയൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ടായിരുന്നു. വഴിയരികെ കണ്ട് അവിടെ കയറി. അത്യാവശ്യം സാധനങ്ങളെല്ലാം ഉണ്ട്. അവിടുന്ന് ഒരു ജ്യൂസൊക്കെ എടുത്ത് പതുക്കെ 10 മിനിറ്റ് അവിടെ ഇരുന്ന് ജ്യൂസൊക്കെ കുടിച്ചിട്ടാണ് പിന്നെ സ്റ്റാർട്ട് ചെയ്തത്. ഒന്നര മണിക്കൂറോളം എടുത്തു തിബിലിസി അടുക്കാറാകാൻ. അത് കഴിയുമ്പോഴത്തേക്കും വലിയൊരു ഹൈവേയിലേക്കാണ് കയറുന്നത്. അത് ഇവിടുന്ന് ബത്തൂമിയിലേക്കുള്ള ഒരു ഹൈവേ ആണ്. നല്ല വീതിയുള്ള ഡബിൾ ലൈൻ റോഡാണ്. നല്ല സൂപ്പർ ഫാസ്റ്റ്, നല്ല എക്സ്പ്രസ് ഹൈവേ പോലെയാണ്. ബത്തൂമിയിലേക്ക് ധാരാളം ടൂറിസ്റ്റുകൾ പോകുന്നുണ്ട്. ബത്തൂമിയിലേക്കുള്ള ഹൈവേ പോയിട്ടാണ് ഓൾമോസ്റ്റ് അതിൻ്റെ ഒരു ഗോരി എടുക്കാറാകുമ്പോഴാണ് നമ്മൾ ആ വലിയ റോഡിൽ നിന്ന് പിന്നെ ഡീവിയേഷൻ എടുക്കേണ്ടത്. അപ്പോൾ അങ്ങനെ നമ്മൾ ആ വലിയ ഹൈവേയിൽ കയറി. വണ്ടികളൊക്കെ ചീറിപ്പായുകയാണ്. കാറുകളൊക്കെ 120-140 പോകുന്നത്. നമ്മുടെ 100 കൊണ്ട് നമുക്കൊരു 90, ചിലപ്പോഴൊക്കെ ഒരു 100 കയറാമെങ്കിലും 90, 80, 90 ഇതിൻ്റെ ഒരു ഐഡിയൽ കപ്പാസിറ്റി. ചെറിയ ബയോ ബ്രേക്ക് എടുക്കാൻ നിർത്തിയ നല്ല കൃഷിയിടങ്ങളാണെന്ന് തോന്നുന്നു. കൊയ്ത്തൊക്കെ കഴിഞ്ഞ് കിടക്കുന്ന പാടങ്ങൾ പോലെ ഉണ്ട്. അവിടെയൊക്കെ സൂര്യകാന്തി, സൺഫ്ലവർ വില്ലേജാന്ന് തോന്നുന്നു. ചെറിയ വില്ലേജുകളൊക്കെ. ഇത് ഭയങ്കര ഹൈവേ ആണ്. ഇത് വന്നിട്ട് നമ്മുടെ ബത്തൂമി, ഇവിടുത്തെ കോസ്റ്റൽ സിറ്റിയിലേക്ക് പോണ ഹൈവേ ആണ്. നല്ല സ്പീഡാണ്. 110-120 വണ്ടികൾ വിട്ടടിച്ച് പോണത്. ബൈക്കായതുകൊണ്ട് തന്നെ നമ്മൾ സൈഡിൽ കൂടെ പതുക്കെ അങ്ങ് പോവാം. ഈ ഹൈവേ കയറി കഴിഞ്ഞ് ഇതുവരെ ഒരു ബൈക്ക് പോലും കണ്ടിട്ടില്ല എന്നുള്ളതാണ്. എല്ലാം 4 വീലർ മാത്രമേ ഇവിടെ കണ്ടുള്ളൂ. വാസ്റ്റ് ഏരിയ ആണ്. കാരണം കുറേ ചെറിയ വില്ലേജുകളും വലിയ സിറ്റികളും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ജോർജിയ മുഴുവൻ ഇടയ്ക്ക് ഇങ്ങനെ കാലി അടിച്ച് കിടക്കുക. അവിടെ കൂടെ റോഡ് മാത്രമേ ഉള്ളൂ. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ മറ്റേ ഈ ഹൈവേയിൽ നിന്ന് ഗോരിയിലേക്ക് തിരിയുന്ന വഴി കിട്ടു. ഹൈവേയിൽ നിന്ന് തിരിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 10 കിലോമീറ്ററേ ഉള്ളൂ ഗോരി സിറ്റിയിലേക്ക്. നമ്മളവിടെ ചെന്ന് ഓൾറെഡി ഓൺലൈനിലൊരു ഗസ്റ്റ് ഹൗസ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നേരെ അങ്ങോട്ടേക്കാണ് പോയത്. ഒരു ചെറിയ സിറ്റിയാണ് ഗോരി. അത്ര വലിയതല്ല. ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ ജോസഫ് സ്റ്റാലിൻ്റെ ജന്മസ്ഥലമാണ്. ജോസഫ് സ്റ്റാലിൻ്റെ വീടും അതിനോടനുബന്ധിച്ച് ഉള്ള കാര്യങ്ങളൊക്കെ ചേർത്ത് വലിയൊരു മ്യൂസിയം ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ടൂറിസ്റ്റുകൾ കൂടുതലും ഗോരി കാണാൻ വരുന്നത്. ആ പ്ലാൻ നാളെ രാവിലത്തേക്കാണ് വെച്ചേക്കുന്നത്. കാരണം നമ്മളിപ്പോൾ ചെല്ലുമ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് വൈകുന്നേരമായി. 5:30 ഈ ഹോം സ്റ്റേയിൽ വന്നത്. ഗോരിയിലെ റൂമാണ്. ഐശ്വരി ഗ്രൂപ്പായിട്ട് വന്നാലും കിടക്കാം. 4-5 പേർക്ക് താമസിക്കാവുന്ന റൂമാണ്. നമുക്ക് ഇന്നൊരാളെ ഉള്ളെങ്കിലും ഈ റൂമിനാണ് വന്നേക്കുന്നത്. ഒരു വീടാണ്. വീടിനകത്ത് 2 റൂം അവരിങ്ങനെ കൺവേർട്ട് ചെയ്തേക്കുന്നു. നല്ലൊരു ഹോം സ്റ്റേ ആയിരുന്നു. ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് നടത്തുന്നു. അവരുടെ വീടിനകത്ത് തന്നെ 2 റൂമാണ്. ഒരു നൈറ്റിന് എന്തോ 1700 രൂപ, ഇന്ത്യൻ റുപ്പീസ് 1700. നല്ല വീടാണ്. ഗോരി സിറ്റിയിലെത്തി. ഗോരി സിറ്റി ഒരു ചെറിയ സിറ്റിയാണ്. തിബിലിസിയിൽ നിന്ന് ഓൾമോസ്റ്റ് പറയുകയാണെങ്കിൽ 100 കിലോമീറ്ററിനുള്ളിലേ ഉള്ളൂ. 100 തിബിലിസിൽ നിന്ന് വരുമ്പോൾ ഒരു മേബി ഒരു 80-90 ഉള്ളൂ. നമ്മളന്ന് കാസ്ബഗിയിൽ നിന്ന് വന്നുകൊണ്ട് ഒരു 185 കിലോമീറ്റർ ഉണ്ടായിരുന്നു.
ചെറിയൊരു സിറ്റി, പഴയൊരു ഓൾഡ് വേൾഡ് സ്റ്റൈൽ, എന്നാൽ കുറച്ച് മോഡേൺ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ഫോർട്ടുണ്ട്. ഇപ്പോൾ വൈകുന്നേരം അങ്ങോട്ട് നടക്കാമെന്ന് വിചാരിച്ചു. ഫോർട്ട് പഴയ ഒരു കോട്ടയാണ്, അപ്പോൾ അത് കാണുക. പിന്നെ ഇവിടെ ഒത്തിരി ചർച്ചുകൾ. ഇവിടെ ജോർജിയയിൽ പൊതുവെ ക്രിസ്ത്യാനിറ്റി, ഓർത്തഡോക്സ് ക്രിസ്ത്യാനിറ്റി ഭയങ്കര സ്ട്രോങ്. അതുകൊണ്ട് ഇവിടെയും കുറേ പള്ളികൾ ഇതൊക്കെ ഉണ്ട്. ഇപ്പോൾ കുറേ പള്ളികൾ കണ്ടു. അതുകൊണ്ട് ഇവിടെ പ്രത്യേകിച്ച് പള്ളി പോകാനുള്ള താല്പര്യമില്ല. ബാക്കിയുള്ളതൊക്കെ ഒന്ന് കാണാം എന്നുള്ളത് കണക്കൂട്ടലിൽ. ഇപ്പം മണി 6 മണിയായി. 6 മണിക്ക് നല്ല വെളിച്ചമാണ്. പുറത്തേക്കൊന്ന് ഇറങ്ങിയതാണ്. ഫോർട്ടിൻ്റെ അങ്ങോട്ട് നടക്കുകയാണ്. ഫോർട്ട് കണ്ടിട്ട് ഇതാ കാണുന്നതാണ് ഫോർട്ട്. ആണല്ലോ. ജസ്റ്റ് നടക്കാൻ താമസിക്കുന്നിടത്ത് ഒരു 700 മീറ്ററേ ഉള്ളൂ. ജോർജിയയുടെ ഫ്ലാഗൊക്കെ പറക്കുന്നുണ്ട്. അപ്പം അതൊന്ന് കാണുക. 10-15 മിനിറ്റ് അവിടെ ഇരിക്കുക. പിന്നെ വേണമെങ്കിൽ തിരിച്ചിറങ്ങുമ്പം ഈ പറഞ്ഞ ഇവിടെ നല്ലൊരു പാർക്കുണ്ടെന്ന് പറഞ്ഞു. നമുക്ക് നാളെ ഹാഫ് ഡേ കൂടി ഇവിടെ ഉണ്ട്. കാരണം നാളെ ഇവിടുന്ന് കുട്ടായിസി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകേണ്ടത്. അത് ഈ പറഞ്ഞ പോലെ 110-115 കിലോമീറ്റർ ഇവിടെ നിന്നുള്ള ഫുള്ള് നല്ല ഹൈവേയാണ്. 2 മണിക്കൂർ കൊണ്ട് ചെല്ലാം. അപ്പോൾ ഉച്ചയായിട്ട് ലഞ്ചൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങിയാലും മതി. കുട്ടായിസി പിന്നെ ഒരു ദിവസം കൂടെ താമസിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഗോരിയിലെ ഇപ്പോഴത്തെ കാഴ്ചകൾ. ഇവിടെ ഒരു വെജിറ്റബിൾ ഫ്രൂട്ട്സിൻ്റെ ഒക്കെ ഒരു മാർക്കറ്റൊന്നും. ഇവിടെ തക്കാളി ഭയങ്കര സംഭവമാണ്. തക്കാളിയുടെ ഒക്കെ വലുപ്പം കണ്ടില്ല. ഭയങ്കര വീഡിയോക്ക് അത് കണ്ട അത്ര തോന്നില്ലായിരിക്കും. പക്ഷേ നമ്മുടെ നാട്ടിലൊരു 5-6 തക്കാളി ഇപ്പോൾ തക്കാളി. അപ്പോൾ എല്ലാ നോർമൽ വെജിറ്റബിൾസ് എല്ലാം ഉണ്ട്. പിന്നെ കുറച്ച് ഫ്രൂട്ട്സ്. ഫോർട്ടിലേക്കുള്ള വഴിയാണ്. ഇവിടെ ആയാലും തിബിലിസിയിലേക്കായിട്ട് ഇച്ചിരി ചൂട് കുറവുണ്ട്. അത്ര അങ്ങോട്ട് ഒരു ഉഷ്ണം തോന്നുന്നില്ല. തിബിലിസി വൈകുന്നേരം ആണെങ്കിലും നല്ല ചൂടായിരുന്നു. ഇന്നലെ പിന്നെ നല്ല സുഖമായിരുന്നു, തണുപ്പായിരുന്നു. ഒപ്പലിൻ്റെ ചെറിയ കാർഗോ കൊണ്ടുപോകണ ചെറിയ വാൻ. ഇതാണ് ഗോരിയിലെ ഫോർട്ട്. അവിടെ ഒരു പള്ളിയെന്ന് തോന്നുന്നു. ഒരു കത്തീഡ്രലിൻ്റെ ഒരു മനോഹരമായ വ്യൂ. ഇതിലെയാന്ന് തോന്നുന്നു നടപ്പാത. ഫോർട്ടിലേക്കുള്ള നടപ്പാത ഇതാന്ന് തോന്നുന്നു. അത് മുകളിൽ പോയി നോക്കാം. ഫോർട്ടിൻ്റെ ഏറ്റവും മുകളിൽ നിന്നുള്ള സിറ്റിയുടെ വ്യൂ ആണ്. ഇവിടെ നല്ലൊരു ഫുട്ബോൾ സ്റ്റേഡിയം കാണുന്നുണ്ടല്ലോ. ഗാലറിയും നല്ല പച്ച ടർഫൊക്കെ ആയിട്ട് നല്ല ഒരു ഫുട്ബോൾ സ്റ്റേഡിയം കാണുന്നുണ്ട്. ഈ തിബിലിസിയുടെ കാര്യം പറഞ്ഞ പോലെ ഇതും ഒരു വാലി, ചുറ്റിനും ഇങ്ങനെ മലകളാണ്. മലകൾ പൊങ്ങി നിൽക്കുന്നു. അവിടെയെല്ലാം വിൻഡ് മില്ലുകളുണ്ട്. വിൻഡ് മില്ലിൻ്റെ ഇത് കാണാം. പാറിപ്പറക്കുന്ന ജോർജിയൻ ഫ്ലാഗ്. ഫോർട്ടിൽ തന്നെ പല ഫ്ലാഗുകളുണ്ട്. 1, 2, 3 കണ്ടു ഇതുവരെ. നല്ല കാറ്റാണ് ഇവിടെ. നമ്മൾ നടന്നു കയറിയപ്പോൾ കണ്ട മാർക്കറ്റിൻ്റെ ഏരിയ അത്. നമ്മുടെ ഫുട്ബോൾ സ്റ്റേഡിയം കണ്ടത്. ഫോർട്ടി വന്നിട്ട് ആൾക്കാരൊക്കെ തിരിച്ച് താഴോട്ട് പോകുന്നു. നമുക്കുമ്പോൾ അതൊക്കെ താഴോട്ട് ഇറങ്ങിയേക്കാം. അങ്ങനെ ഫോർട്ടിൻ്റെ താഴെ ഇറങ്ങി നോക്കി. ഇവിടെ കുറച്ച് എന്തൊക്കെയോ ഉണ്ടാക്കി വെച്ചേക്കുന്നതിന് ആ സംഗതി എന്ന് മനസ്സിലാവുന്നില്ലല്ലോ. ശില്പങ്ങളാണ്. കൈ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ കൈയില്ലല്ലോ ആർക്കും. ഓരോ കൈ വെട്ടിക്കളഞ്ഞതോ. പല ടൈപ്പ് കൈയില്ല. ചിലതിന് കൈയും കാലും ഇല്ല. പടയാളികളായിരിക്കും അല്ലേ, പണ്ടത്തെ പടയാളികളുടെ ടൈപ്പാന്ന് തോന്നുന്നു. കല്ലിലാണ് ഉണ്ടാക്കിയേക്കുന്നത്. കൽശില്പങ്ങളാണ്.
കണ്ടിട്ട് ഡിസ്ക്രിപ്ഷൻ ഒന്നും എഴുതിയിട്ടില്ല ഡീറ്റെയിൽസ്. പക്ഷേ നമ്മുടെ പടയാളികളെ കൂട്ട് ഉള്ള गोरी तेरा गाँव बड़ा प्यारा. ബ്ലാക്ക് ഐ ബ്യൂട്ടി രസമുണ്ട് സ്ട്രീറ്റൊക്കെ കാണാൻ. ആ FJ കിടക്കുന്നുണ്ടോ? FJ ഇവിടെ കുറേ ഉണ്ട്. രസമുണ്ട്. ടാറ്റ FJ സ്പോർട്സ് ഷോപ്പ്. ചെറിയൊരു സിറ്റിയല്ലേ, ചെറുകിട കടകളും. Mecánica y eléctrica debido a la tecnología Wireless Heart. ചെറിയ സിറ്റി ആയതുകൊണ്ട് ഇവിടെ കുഴപ്പമില്ല. റേറ്റ് ചില കുറവുണ്ട്. ബിയർ മഗ്ഗിന് 5 ലാറി, ഇതൊരു പീസിന് 1.5, 5 ഇപ്പോൾ 7.5. അങ്ങനെ ഒരു 9 മണിയോടുകൂടി വൈൻഡപ്പ് ചെയ്ത് തിരിച്ച് ഹോം സ്റ്റേയിലെത്തി. ഇനിയിപ്പോൾ നാളെ രാവിലെ ഇവിടുന്ന് ഒരു അടുത്തുള്ള ഒരു 20 കിലോമീറ്റർ മാറിയുള്ള ഒരു പഴയ കേവ്സ് ഒക്കെ ഉണ്ട്, അങ്ങോട്ട് പോകണം. അങ്ങനെ എല്ലാം കൊണ്ടും വളരെ ഒരു എൻജോയബിൾ ഡേ ആയിരുന്നു. രാവിലെ വാട്ടർഫോൾ കണ്ടു, റഷ്യൻ ബോർഡർ കണ്ടു, പിന്നെ ഗർഗറ്റിക് ചർച്ച് കണ്ടു. അവസാനം വണ്ടി ഓടിച്ച് ഗോരിയിലെത്തിയിട്ട് നമ്മൾ വൈകുന്നേരം ചെറുകിട കാഴ്ചകൾ, ഇവിടുത്തെ ഫോർട്ടും അത്യാവശ്യം മാർക്കറ്റ് സ്ട്രീറ്റും ഒക്കെ കണ്ടു. അപ്പോൾ ഇതൊക്കെയാണ് കസ്ബഗി ടു ഗോരി യാത്രയുടെ വിശേഷങ്ങൾ. യാത്ര ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം നാളത്തെ കാഴ്ചകളൊക്കെ ആയിട്ട് വീണ്ടും അടുത്തൊരു എപ്പിസോഡിൽ കാണാം. അതുവരെ നന്ദി, നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ്.